ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കാപ്പിൽ ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. ഡ്രോൺ വീഡിയോസൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പുതിയൊരു ദൃശ്യാനുഭവമായിരിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ്. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കാപ്പിൽ ബീച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത്. വർക്കലയിൽ നിന്ന് കാപ്പിൽ ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് കാപ്പിൽ ബീച്ചിൽ നിന്ന് കുറച്ച് മുമ്പായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കായലും തൊട്ടടുത്ത് കടലും, അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. ഒരിക്കലും ഇവിടെ വരണമെന്നല്ല വീഡിയോസ് എടുക്കണമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ജസ്റ്റ് ഇതുവഴി കാപ്പിൽ ബീച്ചിലോട്ട് പോയപ്പം റോഡിൽ നിന്നപ്പം എന്തോ ഒരു പ്രത്യേകത തോന്നി. അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണിത്. മുൻപ് ഞാൻ 1-2 ഇതുവഴി പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ റോഡിൽ നിന്നിട്ട് ഇത് കണ്ടിട്ട് പോകുമായിരുന്നു, താഴോട്ട് ഇറങ്ങി പോയിട്ടില്ല. ഇപ്പോഴാണ് താഴോട്ട് ഇറങ്ങി വന്നത്. ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം കാണുമ്പോൾ എനിക്ക് ഒരു പഴയ കാലത്തോട്ട് തിരിച്ചു പോകുന്ന പോലെ തോന്നുന്നു കേട്ടോ. കാരണം അവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓല മേഞ്ഞ ഒരു ഇരിക്കാനുള്ള ഒരു ഇതുപോലത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നതും എല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു വെറൈറ്റി പോലെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം എൻ്റെ പ്രോപ്പർ കാപ്പിൽ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ കാപ്പിൽ ബീച്ചിൽ ഒരുപാട് വീഡിയോസിലും റീൽസിലൊക്കെ നമ്മൾ കണ്ട ഒരു പാലമുണ്ട്. ആ പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ പാലത്തിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ബോട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ചെറിയ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവർ, അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ച അവിടെയുണ്ട്. അങ്ങനെ പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ തെങ്ങിൻതോപ്പിൻ്റെ ഇടയിലൂടെയുള്ള ഒരു യാത്ര, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഫീലിങ്സാണ് നമുക്ക് കിട്ടുക. കാപ്പിൽ ബീച്ചിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ് ഈ ഒരു റോഡ്. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കാപ്പിൽ ബീച്ചിലാണ്. അപ്പൊ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഏകദേശം 11:30-12 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കാപ്പിൽ ബീച്ച്. നല്ല തിരയുണ്ടെന്ന് കേട്ടോ. ഞാനിപ്പോ 2 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇത്രയും തിരയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ചുകൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കരിമണലൊക്കെ നല്ലപോലെ കാണാൻ. പക്ഷേ ഇപ്പൊ ഇങ്ങോട്ട് ഫുള്ള് തിരയും കാര്യങ്ങളൊക്കെ അടിക്കാം. നമുക്ക് താഴോട്ടൊക്കെ പോകുന്ന കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ താഴോട്ടൊന്നും പോകുന്നൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാപ്പിൽ ബീച്ച്. ഇങ്ങോട്ടിപ്പം വലിയ തിരക്ക് കുറവാണ്. തിരക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ടാണ് കേട്ടോ. ആ സൈഡല്ല, അതുകൊണ്ട് അങ്ങേ സൈഡിലോട്ട്. വർക്കലയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ സ്ഥലം കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തമായ തീരദേശ കാഴ്ചകളിലൊന്നാണ്. ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് കാപ്പിൽ കായലും, നടുവിലൂടെ മനോഹരമായ റോഡ്. ഈ കാഴ്ച കാണാൻ മാത്രമായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. കാപ്പിൽ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ കാണപ്പെടുന്ന ഇരുണ്ട നിറമുള്ള മണൽ. കടലിൻ്റെ തിരമാലകൾ ഈ മണലിനെ തഴുകിപ്പോകുന്ന കാഴ്ച അതീവ മനോഹരമാണ്. തിരക്കുകൾ കുറവായതിനാൽ കുടുംബത്തോടൊപ്പം ശാന്തമായി സമയം ചെലവഴിക്കാനും പ്രകൃതിയെ ആസ്വദിക്കാനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കാപ്പിൽ ബീച്ച്. താഴെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചയേക്കാൾ എത്രയോ മനോഹരമാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വശത്ത് നീലക്കടലും മറുവശത്ത് ശാന്തമായ കായലും ഇടയിൽ വളഞ്ഞു പോകുന്ന റോഡും ചേർന്ന് അത്ഭുതകരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും യാത്രയെ സ്നേഹിക്കുന്നവർക്കും കുടുംബത്തോടൊപ്പം മനോഹരമായ ഒരു ദിവസം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ബെറ്ററാണ് വർക്കലയും കാപ്പിൽ ബീച്ചും. മൺസൂൺ കാലത്തും ശൈത്യകാലത്തും ഈ പ്രദേശത്തിൻ്റെ ഭംഗി കൂടുതൽ മനോഹരമാകും. പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ശുദ്ധമായ വായുവും കടൽക്കാറ്റും ചേർന്ന് സന്ദർശകരെ വീണ്ടും വീണ്ടും ഇവിടെ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. കേരളത്തിൻ്റെ തീരദേശ സൗന്ദര്യത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് വർക്കലയ്ക്ക് സമീപമുള്ള കാപ്പിൽ ബീച്ചും കാപ്പിൽ കായലും. പ്രകൃതി അതിൻ്റെ മനോഹാരിത മുഴുവൻ തുറന്നു കാട്ടുന്ന ഈ സ്ഥലം ഡ്രോൺ ക്യാമറയിലൂടെ കാണുമ്പോൾ കൂടുതൽ വിസ്മയമാകുന്നു. കാപ്പിൽ ബീച്ചിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് നമ്മൾ ഈ കാണുന്ന പാലം. ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാപ്പിൽ ബീച്ചിൻ്റെയും കാപ്പിൽ കായലിൻ്റെയും കൂടുതൽ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പൊതുവെ ഈ കാപ്പിൽ ബീച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് സമയത്ത് നമ്മൾ വന്നാലും വലിയ തിരക്കോ ആൾക്കൂട്ടമോ നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല. ആളൊഴിഞ്ഞ സ്ഥലവും നിശബ്ദതയും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്ററാണ് കാപ്പിൽ ബീച്ച്. കേരളത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ പ്രകൃതി വിസ്മയം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും കാപ്പിൽ ബീച്ചും കാപ്പിൽ കായലും തീർച്ചയായിട്ടും സന്ദർശിക്കണം. ഒരിക്കലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും വരണമെന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. വർക്കലയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററിന് അപ്പുറമാണ് കാപ്പിൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്.
പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് കാപ്പിൽ ബീച്ച് ഏത് ജില്ലയിലാണെന്ന്. കാപ്പിൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ബോർഡറിലാണ് കാപ്പിൽ ബീച്ച്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് വർക്കല ക്ലിഫിലും അതുപോലെ തന്നെ പാപനാശത്തിലും കയറിയിട്ട് കാപ്പിലോട്ട് വരാമെന്നായിരുന്നു. കാപ്പിൽ ബീച്ചിലോട്ട് വരാമെന്നായിരുന്നു. പക്ഷേ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് വർക്കലയിൽ നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അധികം തിരക്കോ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇപ്പോൾ ഏകദേശം 12 മണി 12:30 ആയിട്ടേ ഉള്ളൂ. കാപ്പിൽ ബീച്ച് വന്നാൽ ഇവിടെയും ചൂട് തന്നെയാണ്, ഒരു രക്ഷയില്ല. എവിടെ പോയാലും ചൂടാണ്. ഞങ്ങൾ വന്ന ടൈം ശരിയല്ല, കുറച്ചുകൂടെ ലേറ്റായിട്ട് വരണമായിരുന്നു. എന്നാൽ പിന്നെ സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ യാത്രയുടെ ഒരു പ്രശ്നം, കാരണം നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ 2 വർഷം മുന്നേ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ വഴിയൊക്കെ തെറ്റി ആകപ്പാടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. 8-9 മണിയായിട്ട് ഞങ്ങൾ അന്ന് തിരിച്ചു പോയത്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. വർക്കലയ്ക്ക് അടുത്ത് താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് റൂമൊക്കെ എടുത്ത് താമസിക്കുന്നവർക്കും എന്തുകൊണ്ട് നല്ലതാണ് രാവിലേക്ക് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ വൈകിട്ട് സൂര്യാസ്തമയമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനൊക്കെ ഉണ്ടൊക്കെ. ദൂരെ നിന്ന് വരുന്നവർക്ക് അന്ന് തന്നെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എൻജോയ് ചെയ്യുന്നത് കായലിൽ കൂടിയുള്ള ബോട്ടിംഗ് സർവീസും അതുപോലെ തന്നെ ചെറിയ വെള്ളത്തിലുള്ള യാത്രയൊക്കെ. ഞങ്ങളും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പം 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ, മോരുമുള്ള നാരങ്ങകളൊക്കെ കുടിച്ചു. എന്തായാലും ഫുഡ് കഴിക്കണ്ടേ, പിന്നെ ഗുളിക കഴിക്കണം. കറക്റ്റ് ഉച്ചയ്ക്ക് ടൈമിങ്ങിന് ഗുളിക കഴിക്കണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വർക്കലയിലോട്ട് പോവാണ്. ചൂടാണ് കേട്ടോ. ഞങ്ങൾ വർക്കല ചെന്നാലും അത്യാവശ്യം എനിക്ക് തോന്നുന്നു 3-3:30 ആ ടൈമിലോട്ട് അടുപ്പിച്ച് വർക്കല ചെല്ലും. അവിടെ അപ്പം കുറച്ച് വെയിലൊക്കെ കൊള്ളണം. പിന്നെ ഒത്താൽ സൂര്യാസ്തമയമൊക്കെ കാണാൻ വേണ്ടി നിൽക്കും, ഇല്ലെങ്കിൽ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ അവിടെയും ഡ്രോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഹൈപ്പ് കൂടെ ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കാപ്പിൽ ബീച്ചിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് കമൻറ്റായിട്ട് ഇടണം. അതുപോലെ തന്നെ ഇതുവരെയും വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാപ്പിൽ ബീച്ചിൽ വരണം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കാപ്പിൽ ബീച്ച്. വർക്കല ബീച്ചും അതുപോലെ തന്നെ കാപ്പിൽ ബീച്ചും കൂടെ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. കൂട്ടുകാരെ, നമുക്കിനിയും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ വർക്കലയിലാണ്, വർക്കല ബീച്ചിലെ വീഡിയോസൊക്കെയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു.